ഇന്ന് ജിഷ്ണു പാറു കുന്നംകുളത്ത് നിന്ന് എത്തിയിട്ടോ. ജിഷ്ണു വന്ന വഴിക്ക് കയറി കിടക്കുക. ഈ 2 വീലർ അവിടെ നിന്നിട്ട് ഇവിടം വരെ ഓടിച്ചിട്ടേ 1-2 മണിക്കൂർ യാത്രയുണ്ട്. ശാലു അനിയന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ചിക്കൻ തയ്യാറാക്കുന്ന തിരക്കിലാണ്. ആരെയും ഫോൺ വിളിക്കുന്നുണ്ട്. ആരെയാണോ? പാറിന് 6 മാസമാവണം. യാത്രയുടെ ക്ഷീണത്തിൽ വയ്യാണ്ടിരിക്കുകയാണ്. പാവം. കുറച്ച് പൂക്കളൊക്കെ ആയി വരുന്നിട്ടുണ്ട് കേട്ടോ മുറ്റത്ത്. ഇത് ആഫ്രിക്കൻ മുല്ല. മണമൊന്നുമില്ല. ഇതൊരു നല്ല പൂവാണ്. എൻ്റെ പേര് പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. അങ്ങനത്തെ ഒരു തരം പേര്. ഇത് ഫ്രണ്ടിലത്തെ റോഡാണേ. ബസ് റൂട്ടൊന്നുമല്ല, വെറുതെ ജീപ്പും മറ്റ് ചെറുവണ്ടികളൊക്കെ പോകുന്നത്. ഈ റോസ് എനിക്ക് കുറേ പൂക്കൾ തന്നു. ചെക്കൻ്റെ വണ്ടി അത് നല്ല ഭംഗിയുണ്ടല്ലേ പൂ കാണാനായിട്ട്. ഈ ചെടി കുറേ പൂക്കൾ തന്നു. നല്ല പൂവാണ്, വലിയ വലിപ്പമുള്ള പൂവ്. ഈ ചെടി എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ട്, എനിക്കിത്തിരി ഹൈറ്റ് കുറവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവത് നല്ല ഹൈറ്റിൽ പൊങ്ങിപ്പോയേക്കണു നാണം കെടുത്താൻ വേണ്ടിയിട്ട്. നല്ല പൂവല്ലേ, ഇഷ്ടമാണ് എനിക്ക് പൂവ്. പിന്നെ അതേ കമ്മൽ ചെടി നിറയെ ഉണ്ട്, നനച്ചു കൊടുക്കാറുണ്ട് ഞാൻ. പിന്നെ ഇതാ വേലി ചീര, ഈ ക്യാൻസർ ചീര എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെ ആ കട്ടയൊക്കെ മാറ്റിയിട്ട് അവിടെ നിറയെ ആ ചീര കൊണ്ട് വേലി കെട്ടണം. എന്നും കറി വയ്ക്കാനുള്ള ചീര തരും. 365 ദിവസം അതിൽ നമുക്ക് കറി വയ്ക്കാനുള്ള ഇല കിട്ടും. അങ്ങനെ ഓരോരോ കാലാവസ്ഥ നമുക്ക് അനുയോജ്യമായതുകൊണ്ട് ഓരോ പണികൾ എന്നും ചെയ്യും. ഇഞ്ചിയുണ്ട്, എനിക്ക് ഉള്ളിയുണ്ട്. പാറു വന്നിട്ടുണ്ട്. നാളെ ഉള്ളിയില തോരൻ വയ്ക്കണം. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ എന്തൊരു ടേസ്റ്റാണെന്നറിയോ ഉള്ളിയില തോരന്. ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ നിങ്ങളൊക്കെ. സൂര്യൻ അസ്തമിക്കാനുള്ള സമയമായി. ഇതാ കണ്ടോ, പടിഞ്ഞാറ് ചാഞ്ഞു. ഇനി അകത്ത്. പതിവ് പോലെ എല്ലാ പണികളും കഴിഞ്ഞു. വിളക്ക് വെച്ചു. സുന്ദരിക്കുട്ടിയായി എത്തിയതാ. കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ കാണാം കേട്ടോ.